റഷ്യൻ തലസ്ഥാനമായ മോസ്കോയെ ലക്ഷ്യമാക്കി തുടർച്ചയായി നടന്ന ഡ്രോൺ ആക്രമണങ്ങൾ റഷ്യൻ പ്രതിരോധ സംവിധാനങ്ങളെ വെല്ലുവിളിക്കുകയും റഷ്യൻ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന ചർച്ചകളെ കൂടുതൽ സങ്കീർണമാക്കുകയും ചെയ്തിരിക്കുന്നു. ശനിയാഴ്ച ഉണ്ടായ ആക്രമണങ്ങളെ റഷ്യൻ പ്രതിരോധ സേന വിജയകരമായി തടഞ്ഞുവെങ്കിലും ഇത് റഷ്യൻ മണ്ണിൽ യുദ്ധത്തിന്റെ അലയൊഴികൾ എത്തിക്കുമെന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. മോസ്കോയുടെ വ്യോമാതിർത്തിയിലേക്ക് കടന്നുവന്ന ഡ്രോണുകളെ വെടിവെച്ചിട്ടതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. തുടർച്ചയായി നടന്ന ആക്രമണങ്ങൾ കാരണം മോസ്കോയിലെ വിമാനത്താവളങ്ങൾ താൽക്കാലികമായി അടച്ചുപൂട്ടേണ്ടി വന്നു. മോസ്കോയ്ക്ക് പുറമെ മധ്യ റഷ്യയിലെ നിരവധി നഗരങ്ങളിലെ വിമാനത്താവളങ്ങളും പ്രവർത്തനം നിർത്തിവെച്ചതായി റഷ്യയുടെ വ്യോമഗതാഗത ഏജൻസിയായ റോസാവിയറ്റ്സ് അറിയിച്ചു. 3 മണിക്കൂറിനുള്ളിൽ 32 ഡ്രോണുകളാണ് വ്യോമ പ്രതിരോധ യൂണിറ്റുകൾ തടഞ്ഞു നശിപ്പിച്ചതെന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. റഷ്യയിലെ രണ്ടാമത്തെ വലിയ നഗരമായ സെന്റ് പീറ്റേഴ്സ്ബർഗിലെ വിമാനത്താവളത്തിൽ ഡസൻ കണക്കിന് വിമാനങ്ങൾ വൈകിയതായും റിപ്പോർട്ടുകളുണ്ട്. ഈ ഡ്രോൺ ആക്രമണങ്ങൾ എവിടെ നിന്നാണ് വന്നതെന്നോ ഇതിന് പിന്നിൽ ആരെന്ന് സംബന്ധിച്ച വ്യക്തമായ സൂചനകളൊന്നും റഷ്യ പുറത്തുവിട്ടിട്ടില്ല. തകർത്ത ഡ്രോണുകളുടെ പരിശോധന പൂർത്തിയാക്കിയാൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രതിരോധ വിഭാഗം. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ നിർണായകമായ ഒരു ഘട്ടത്തിലാണ് ഈ ഡ്രോൺ ആക്രമണം നടക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിൽ സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് മോസ്കോയ്ക്ക് നേരെ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായത്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു നയതന്ത്രപരമായ നീക്കമായി ഈ ചർച്ചകളെ ലോകം ഉറ്റുനോക്കുമ്പോൾ ഇത്തരം ആക്രമണങ്ങൾ സമാധാന ശ്രമങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് നൽകുന്നത്. ട്രംപിന്റെ നേതൃത്വത്തിൽ അലാസ്കയിൽ നടക്കുന്ന ചർച്ചകളിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ട്രംപും തമ്മിൽ നേരിട്ടുള്ള സംഭാഷണങ്ങൾ നടക്കുന്നുണ്ട്. ഡൊണാൾഡ് ട്രംപ് തന്റെ നയങ്ങളിൽ ഊന്നൽ നൽകുന്നത് അമേരിക്ക ഫസ്റ്റ് എന്ന നിലപാടിലാണ്. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ റഷ്യയുമായുള്ള നേരിട്ടുള്ള സംഭാഷണങ്ങളിലൂടെ മാത്രമേ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. റഷ്യക്ക് കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നതിന് പകരം നയതന്ത്രപരമായ വഴികളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. യുക്രൈൻ വിഷയത്തിൽ ട്രംപിന്റെ നിലപാട് പലപ്പോഴും വിവാദങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. യുക്രൈന് നൽകുന്ന സൈനിക സഹായം വെട്ടിക്കുറയ്ക്കണമെന്നും യൂറോപ്യൻ രാജ്യങ്ങൾ യുദ്ധത്തിൽ കൂടുതൽ ഇടപെടണമെന്നും അദ്ദേഹം നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. ഈ സാഹചര്യത്തിൽ ട്രംപിന്റെ മധ്യസ്ഥത റഷ്യക്ക് അനുകൂലമായ ഒരു നയതന്ത്ര സമീപനമാണോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. അതേസമയം യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ ഡൊണറ്റ്സ്കിന്റെ പൂർണ്ണമായ നിയന്ത്രണം കൈമാറണമെന്ന് പുടിൻ ട്രംപിനെ അറിയിച്ചു. യുക്രൈനിലെ കിഴക്കൻ മേഖലയിലുള്ള ഡൊണറ്റ്സ്ക് റഷ്യക്ക് എത്ര തന്ത്രപ്രധാനമായ ഒരു പ്രവിശ്യയാണ്. കൽക്കരി നിക്ഷേപങ്ങളാൽ സമ്പന്നമായ ഈ പ്രദേശം 2014 മുതൽ റഷ്യൻ അനുകൂല വിമതരുടെ നിയന്ത്രണത്തിലായിരുന്നു. യുക്രൈൻ അധിനിവേശം ആരംഭിച്ചപ്പോൾ റഷ്യ ആദ്യം ലക്ഷ്യമിട്ടതും ഈ പ്രദേശം പൂർണ്ണമായി പിടിച്ചെടുക്കാൻ തന്നെയായിരുന്നു. ഈ പ്രദേശങ്ങൾ റഷ്യൻ ഫെഡറേഷന്റെ ഭാഗമാണെന്ന് റഷ്യ നേരത്തെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഡൊണറ്റ്സ്ക് വിട്ടുകൊടുക്കില്ലെന്ന പുടിന് നിലപാട് സമാധാന ചർച്ചകളിൽ ഒരു പ്രധാന തടസ്സമായി തുടരുന്നു. ഡ്രോൺ ആക്രമണങ്ങൾ ആസൂത്രിതമാണോ അതോ യുക്രൈൻ സേനയുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രകോപനമാണോ എന്നതിനെ കുറിച്ച് റഷ്യ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. ഇത്തരം ആക്രമണങ്ങളിലൂടെ റഷ്യൻ ജനങ്ങളുടെ ഇടയിൽ നിന്നും യുദ്ധം റഷ്യൻ മണ്ണിലേക്ക് വ്യാപിക്കുകയാണോ എന്ന സന്ദേശം നൽകാനുള്ള ശ്രമങ്ങൾ യുക്രൈൻ നേരത്തെ നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഡ്രോൺ ആക്രമണങ്ങൾക്ക് പിന്നിൽ യുക്രൈൻ ആകാൻ സാധ്യതയുണ്ടെന്ന് പാശ്ചാത്യ രാജ്യങ്ങളിലെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്നാൽ യുക്രൈൻ ഔദ്യോഗികമായി ഈ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടില്ല. മോസ്കോയിലെ ഡ്രോൺ ആക്രമണവും ഡൊണറ്റ്സ്ക് വിഷയത്തിൽ റഷ്യയുടെ കടുത്ത നിലപാടും ലോകരാജ്യങ്ങളെ ആശങ്കയിലാഴ്ത്തുന്നു. നിലവിൽ വിമാനത്താവളങ്ങളുടെ പ്രവർത്തനം പുനരാരംഭിക്കുമെന്ന് റോസാവിയറ്റ്സിയ അറിയിച്ചുവെങ്കിലും വ്യോമാതിർത്തി സംരക്ഷിക്കുന്നില്ലെന്ന മുന്നറിയിപ്പ് യാത്രക്കാരിൽ ഭയം സൃഷ്ടിച്ചിട്ടുണ്ട്. റഷ്യൻ ജനതയുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനോടൊപ്പം സമാധാന ചർച്ചകൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വെല്ലുവിളിയാണ് റഷ്യൻ സർക്കാരിന് മുന്നിലുള്ളത്. അതേസമയം ട്രംപിന്റെ മധ്യസ്ഥത ഈ സംഘർഷത്തിന് ഒരു പരിഹാരം കാണുമോ എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഈ നയതന്ത്രപരമായ നീക്കങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകുമെന്നതിനെ കുറിച്ച് ആശ്രയിച്ചിരിക്കും റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ ഭാവി. ഈ സംഘർഷം ഇപ്പോഴും ഒരു പരിഹാരമില്ലാതെ തുടരുകയാണ്.